ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അധിക പേർക്ക് ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് അറിയില്ലായിരിക്കും. വളരെ കുറച്ച് പേർക്കായിരിക്കും എന്തായാലും ഇത് അറിയുന്നുണ്ടാവും. പക്ഷേ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഫേസ് പാക്ക് മീൻസ് അതായത് നമ്മൾ നിറം വെക്കുന്നതിലുപരി നമ്മുടെ മുഖത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. അതായത് മുഖത്ത് കറുത്ത പാടുകൾ, മുഖക്കുരു വന്നിട്ട് പോയ പാടുകൾ, അതുപോലെ തന്നെ വെയിലേറ്റാൽ വന്ന ഒരു തരം കരുവാളിപ്പ്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുന്നതിൻ്റെ കൂടെ തന്നെ മുഖം നിറം വെക്കാനും തിളക്കം വരാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. പക്ഷേ ഒറ്റ യൂസ് തന്നെയുള്ള റിസൾട്ട് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളിത് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് മുഖം നല്ല നിറം വെക്കാനും സൗന്ദര്യം വർദ്ധിക്കാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതും അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതും നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ഏകദേശം എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. അത് ഒരു പിടി നമ്മുടെ ഒരു കൈപ്പിടി മല്ലിയില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി കഴുകിയെടുക്കണേ, നല്ലോണം കഴുകിയെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മല്ലിയില പ്രത്യേകം പറയുകയാണ്, നന്നായി കഴുകണം കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തന്നെ തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര്, തേന്, മല്ലിയില ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ തേനിൻ്റെതും അതുപോലെ തന്നെ തൈരിൽ നിന്നും ഇത് അടിഞ്ഞ് കിട്ടിക്കോളും. വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇടുന്നത്. അരിപ്പൊടി പിന്നെ പച്ചരിപ്പൊടിയാണ് ഞാൻ ഇട്ടത്. പുട്ടിൻ്റെ പൊടി എടുത്തിട്ടിടരുത്, കാരണം അത് കുറച്ച് തരിതരിപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ മുഖത്ത് ഇടുന്നേരം നന്നായിട്ട് സ്ക്രബ് പോലെ ഒരു ആക്ട് ചെയ്യും. അപ്പോൾ അരിപ്പൊടി സാധാരണ പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റോസ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റോസ് വാട്ടർ ഞാൻ 1.5 ടീസ്പൂണോളം റോസ് വാട്ടറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റോസ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ പാക്ക് ഓവറായിട്ട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിക്ക് മാത്രം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അതായത് 1 ടീസ്പൂണോളം എല്ലാം തന്നെ മതിയാവും. ഇല്ല അത് കുറച്ചും കൂടി ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫേസ് പാക്ക് വേണ്ടത്. ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുഖം നന്നായി കഴുകി തുടച്ചതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്യുക. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മുഖത്തിടുന്ന സമയത്ത് തന്നെ നല്ലൊരു തണുപ്പുണ്ടാവും. ഇത് നല്ലൊരു തണുപ്പ് തരും നമ്മുടെ മുഖത്തിന്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ മുഖത്തിന് കിട്ടും. അതായത് ഈ മുഖക്കുരു വന്നിട്ട് പോയ പാടുകൾ, അവിടെ ഇവിടെയായിട്ട് കിടക്കുന്ന ചുണ്ടിൻ്റെ താഴ, അതേപോലെ തന്നെ അവിടെ ഇവിടങ്ങളിലായിട്ട് നമുക്ക് വരുന്ന കറുത്ത പാടുകൾ, വെയിലേറ്റ് വന്ന കരുവാളിപ്പ്, ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. പിന്നെ ഇതിൽ ആഡ് ചെയ്ത സാധനങ്ങളെല്ലാം ഏകദേശം എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇത് ആഴ്ചയിൽ നിങ്ങൾ 2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ മസാജ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തേക്ക് പിടിപ്പിക്കുന്ന സമയത്ത് സർക്കുലർ മോഷനിൽ 3 മിനിറ്റ് മസാജ് ചെയ്യൽ നിർബന്ധമാണ്. ഒരു ഫേസ് പാക്ക് ജസ്റ്റ് മുഖത്തിട്ട് ഡ്രൈ ആക്കി കഴുകി കളഞ്ഞതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂല. ഏതൊരു ഫേസ് പാക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 മിനിറ്റ് മിനിമം, മാക്സിമം ഒരു 3 മിനിറ്റെങ്കിലും നിങ്ങൾ മുഖത്ത് മസാജ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴുകിക്കളയേണ്ടത്. ഇതേപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടും കിട്ടൂല. അപ്പം ഞാനിത് 2 മിനിറ്റ് നന്നായി മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മളിത് ജസ്റ്റ് ഈ ഒരു പാക്ക് ജസ്റ്റ് ഇങ്ങനെ മുഖത്തുനിന്നൊന്ന് തട്ടിക്കളിയാം. അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കാം. സാധാരണ പൈപ്പ് വാട്ടറിലാണ് കേട്ടോ കഴുകേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് ആവും. ഫസ്റ്റ് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആവുന്ന നമ്മളെ ബേബി സ്കിന്നെല്ലാം പോലെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഭയങ്കര വൈറ്റ് കളറ് ഒറ്റ യൂസിൽ കിട്ടുന്നൊന്നും വിചാരിച്ച് ആരും ഇത് ചെയ്യണ്ട. ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഫേസ് പാക്ക് ഒന്നും അല്ല. അത് അങ്ങനെയുള്ള ഫേസ് പാക്ക് ഞാൻ കുറേ വേറെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ വേണ്ടവർ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള പ്രശ്നങ്ങൾക്ക് വരെ പരിഹാരം കണ്ടതിന് ശേഷം നല്ല നിറവും തിളക്കവും പെർമനൻ്റായിട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ചെയ്യണം. കണ്ടിന്യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവും. ഫസ്റ്റ് യൂസിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ
തന്നെ നമ്മുടെ മുഖത്ത് വന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക ഡള്ളായിട്ടുള്ള ആ ഒരു ഇതെല്ലാം മാറിയിട്ട് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കറുത്ത പാട് മാറുമോ, കരിവാളിപ്പ് മാറുമോ, അങ്ങനെയെല്ലാം ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ 2 കൈയും വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഷെയ്ഡെല്ലാം നിറം കൂടുതൽ മറ്റേ കൈക്ക് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരുപാടൊന്നും നിറം കിട്ടൂല. ഫസ്റ്റ് യൂസിൽ ഒരുപാട് നിറം കിട്ടൂല. അത് വിചാരിച്ച് ആരും ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ മുഖത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ മുഖം നല്ല ക്ലിയർ ആവാനും നിറം വെക്കാനും എല്ലാം സഹായിക്കൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.